സുഖമല്ലേ? ഇന്നൊരു സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് സാറ്റർഡേ ആണോ സൺഡേ ആണോ ഏറ്റവും ഇഷ്ടം വീക്കെൻഡ്സിൽ? എനിക്ക് സാറ്റർഡേ ആണ് കേട്ടോ. വേറൊന്നുമല്ല, മൺഡേക്കുറിച്ചുള്ള ടെൻഷൻ ഇല്ല, അന്ന് നല്ല കാമായിരിക്കും, കൂളായിരിക്കും, അത് തന്നെ കാര്യം. ഇനി ഞങ്ങൾ പോകാൻ കാര്യം ഈ ഓണത്തിൻ്റെ കളക്ഷനൊക്കെ വന്നൊന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് കാണാൻ, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കണ്ണാടി ഒന്ന് മാറ്റണം, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കുഞ്ഞുണ്ണിയൊക്കെ റെഡിയാക്കിയിട്ട് ഇനി ഞാൻ റെഡിയാകാൻ പോവാണ്. അങ്ങനെ ഞാൻ റെഡിയാകാൻ പോവാണ്. ആദ്യം മോയ്സ്ചറൈസർ ന്യൂട്രിഡാമിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനൊരു 3 കൊല്ലമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സാലറിയിൽ ഞാൻ വാങ്ങിച്ചൊരു സാധനമാണിത്. നെക്സ്റ്റ് കണ്ണൊന്ന് എഴുതി. നെക്സ്റ്റ് ലിപ് ബാം. വാസലിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. കേട്ടോ മോയ്സ്ചറൈസർ, ലിപ് ബാം എപ്പോഴും. പിന്നെ കേട്ടോ, എനിക്ക് എൻ്റെ പേരോ നമ്പരോ എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഒന്ന് ഏതെങ്കിലുമൊക്കെ വാങ്ങും, ഉപയോഗിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാമെങ്കിൽ അതങ്ങനെ അങ്ങ് ഉപയോഗിക്കും. ഇതിന് മുമ്പ് ഞാൻ വേറെ ഒന്നും എൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ജസ്റ്റ് ഇത് എങ്ങനെയോ വാങ്ങി, അത് ഓഫർ നിട്ട് വാങ്ങിച്ചു, അങ്ങനെ വാങ്ങിച്ചാൽ അന്ന് തൊട്ട് ഇതായിരുന്നു. എൻ്റെ പൊന്നെ. ഓക്കേ, നെക്സ്റ്റ് ഒരു പൊട്ടിട്ടു തലയിലാണ്. അപ്പം ഇതാണ് മിൽക്ക്. നമ്മൾ വാങ്ങിച്ചെന്നിട്ടതാ, പിന്നെ ഇതേ ഇട്ടിട്ടില്ല. ഈ മോതിരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇഷ്ടമാണ്. പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ അഴിച്ചിട്ടൊന്ന് പോകുന്നത് എനിക്ക് അത്ര താല്പര്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കെട്ടി വയ്ക്കാൻ കൂടി. നമ്മളെവിടെ പോവാ? കായൽവരമ്പിലല്ല, എവിടെ പോന്നേ? என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டேன். எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் മറന്നു വിട്ടേൻ. നെക്സ്റ്റ് ഞങ്ങൾ സ്പെറ്റ്സ് നോക്കാൻ കയറി കേട്ടോ. എന്നിട്ട് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെക്സൊക്കെ ഒന്ന് വെച്ച് നോക്കി ഏതാ എനിക്ക് നല്ലതെന്ന്. എന്നിട്ട് ഒന്നും മാറ്റിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ലെൻസ് ഒന്ന് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ, ഞാൻ ഫ്രെയിം മാറ്റിയതേ ഇല്ല. നെക്സ്റ്റ് ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ പോയേ. ഈ ഓണം കളക്ഷനൊക്കെ ഒന്ന് നോക്കാം. എല്ലാ വർഷവും സാരി എടുത്തും മടുത്തോണ്ട് ഇത്തവണ ധാവണിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നതിൽ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ നിങ്ങൾ. അവിടെ നിങ്ങൾ വേറൊരു ഷോപ്പിൽ വന്ന് നോക്കുവാണ്. ഇത് ഉടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഓൾറെഡി പ്ലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ വന്നേ. ഡ്രസ്സ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് നോക്കിയിട്ടേക്ക് പോരും. ഞാൻ നെക്സ്റ്റ് വീക്ക് ഒന്നുകൂടെ പോയി ഫൈനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അരിപ്പത്തിരിയാണ് കഴിക്കുന്നത്. കറി എന്താ കഴിക്കുന്നത്? പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാല. പാപ്പൻ തരാൻ പറ. പാപ്പം വേണോ കഴിക്കാൻ? പാപ്പൻ തായോന്ന് പറഞ്ഞ വരും. ആ അതിനകത്തിട്ടോ പാപ്പൻ തായോന്ന് പറ. പാപ്പം തായോന്ന് പറയാ വേഗം.
എന്താ വീരു? ആ വീരു പാപ്പം. വീരു എന്താ അരിപ്പത്തിരി പറഞ്ഞേ? അച്ഛനമ്മ തരും. സാധാരണ ഞങ്ങൾ ഇങ്ങനെ അല്ല കേട്ടോ വാങ്ങാറ്. ഇത് കുറച്ച് അൺഹെൽത്തി ആണ്, ബട്ട് വല്ലപ്പോഴും ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. എന്നിട്ട് ഓരോ ജ്യൂസും കൂടെ കുടിച്ച് ഞങ്ങളങ്ങനെ പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇനി ചേട്ടൻ്റെ ഒരു പാട്ടും കൂടെ ആയി, സംഗതി ഉഷാറ്. അച്ഛൻ ഏത് പാട്ടാ പാടണ്ടേ? ഈ പാട്ടാണോ പാടണ്ടേ? ഓക്കെ, എന്നാ പിടിച്ചോ. വിണ്ണിലേ ചേട്ടാ, വിണ്ണിലേ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി, മോഹമാം മുല്ലയിൽ പൂച്ചൊരിഞ്ഞൊരു യാമിനി, ചിരിമലരിതൾ നുള്ളുവാൻ കുളിർ മധുമൊഴി കേൾക്കുവാൻ പനിമതിയുടെ മഞ്ചലിൽ വന്നു ഞാൻ. വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി, മോഹമാം മുല്ലയിൽ പൂച്ചൊരിഞ്ഞൊരു യാമിനി. കാട്ട്